ഹായ്, വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പ്. അപ്പം നമ്മൾ 9ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ 10ാം ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സാണ്, ബയോളജീൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. എല്ലാവരും ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധയോടെ ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലൊരു പുസ്തകവും ഒരു പേനയും കൂടി വെക്കുക, പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ബയോളജിയിലെ നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. എന്താണ് ജനറ്റിക്സ് ഓഫ് ലൈഫ്? ജനറ്റിക്സ് ഓഫ് ലൈഫിൽ നമുക്ക് എന്താ ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീനുകളെ പറ്റി അല്ലേ, ഹ്യൂമൻ ബീങ്സ് നിർമ്മിച്ചിട്ടുള്ളത് എന്താണ് ജീനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ വേരിയേഷൻസ് വരാനും ജീനുകൾ സഹായിക്കുന്നുണ്ട്. അത്തരത്തിൽ ജീനുകളുടെ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് ആണ്. നമ്മുടെ ഇന്നത്തെ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ നിർമ്മാണം എന്നാണ് അതിന്റെ മലയാളം, പ്രോട്ടീൻ നിർമ്മാണം. അപ്പം പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രോട്ടീൻ എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഫുഡിലോടൊക്കെ ഇപ്പം ചെറുപയർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, പയർവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ പ്രോട്ടീൻ കിട്ടുന്നുണ്ട് എന്ന് പറയും. പ്രോട്ടീൻ നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കും, അതുപോലെ തന്നെ മുടി വളരാൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഫുഡായിട്ടൊക്കെ തരുന്നില്ലേ. പക്ഷേ ആ പ്രോട്ടീൻ അല്ല ഇത് വേറെ, അത് ഇത് റേ. അപ്പം നമുക്ക് എന്താണ് ഈ ഒരു പ്രോട്ടീൻ, ഈ റേ എന്ന് പറയുന്ന ഈ ഒരു പ്രോട്ടീനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുമ്പം ഈ പ്രോട്ടീന് നമ്മുടെ ജനറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ ജീനുകളുമായിട്ട് ബന്ധമുണ്ട്. ആരുമായിട്ടാണ് ബന്ധമുള്ളത്? നമ്മുടെ ജീനുകളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോട്ടീനുകൾ ജീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? ഈ പ്രോട്ടീൻ എങ്ങനെയാണ് ജീനിൽ ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ധർമ്മം എന്താണ് അവരുടെ ശരിക്കും, അതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റത്തത് നോക്കാം. പ്രോട്ടീൻ സിന്തസിസിന് പ്രധാനമായിട്ടും 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 പ്രോസസ്സ് ഉണ്ട്. 2 സ്റ്റെപ്പാണുള്ളത്. അതിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത്? ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. എന്താണ് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് ട്രാൻസ്ലേഷൻ. ഇതിന്റെ മലയാളം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മലയാളം മീഡിയം കുട്ടികൾ ആരും പേടിക്കേണ്ടത് എന്താ, ടീച്ചർ മലയാളത്തിലൊന്നും പറയാത്ത ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുന്നത് എന്നുള്ളത്. മലയാളത്തിൽ പറയാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ മലയാളത്തിൽ എഴുതൂലേ, അത് തന്നെയാണ് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ നമുക്ക് എഴുതാനുള്ളത്. അതുകൊണ്ടാണ് മലയാളം പ്രത്യേകിച്ച് എഴുതാത്ത കേട്ടോ. ട്രാൻസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് മലയാളത്തിൽ എഴുതുന്നതാണ് കേട്ടോ. അപ്പം 2 സ്റ്റെപ്പാണ് പ്രോട്ടീൻ സിന്തസിസിനുള്ളത്. ഒന്ന് എന്താണ്, ട്രാൻസ്ക്രിപ്ഷനും, രണ്ടാമത്തെ എന്താണ്, ട്രാൻസ്ലേഷനും. ഇത് 2 സ്റ്റെപ്പ്. ഈ 2 സ്റ്റെപ്പ് നമുക്ക് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് പ്രധാനമായിട്ട് നമുക്ക് ഒരു 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിന്, 2 മാർക്കിന്, 1 മാർക്കിന്, ഇത്രയും മാർക്കിന് ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ടീച്ചർ എന്ത് ചെയ്തത്, ആദ്യത്തെ ക്ലാസ് തന്നെ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആക്കിയത്. അപ്പം ഫസ്റ്റത്തെ പ്രോസസ് നോക്കാം. നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ? ഈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു എന്താണ്, ഈ പ്രോട്ടീന് നമ്മുടെ ജീനുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ജീൻ എന്ന് പറയുമ്പോൾ എന്താണ്, ജീനുകൾ എന്ന് പറയുന്നതിൽ നമ്മുടെ DNA ഉണ്ട്, അതുപോലെ തന്നെ RNA ഉണ്ട്. ജീനിൽ ആരൊക്കെയുള്ളത്? DNA ഉണ്ട്, RNA ഉണ്ട്. അപ്പം ഇവരുടെ പ്രവർത്തനമാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, അവിടെ നമ്മുടെ DNA നമുക്ക് എല്ലാവർക്കും അറിയാലോ. DNA എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ഹെലിക്സൽ ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇതുപോലെയാണ്, ഒരു ചുറ്റുകോവണി മാതൃക പോലെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പം ഈ ഒരു DNA-യിൽ നിന്നും ആരുണ്ടാവും? mRNA ഉണ്ടാവും. അതായത് DNA-യിൽ നിന്നും അവരുടെ ന്യൂക്ലിയോറ്റൈഡൊക്കെ വെച്ചിട്ട് കുറച്ച് എൻസൈമിന്റെ സഹായത്തിൽ എന്താവും, mRNA എന്ന് പറയുന്ന ഒരാളുണ്ടാവും. mRNA. ഈ DNA-യിൽ നിന്നും mRNA ഉണ്ടാവുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. കിട്ടിയോ മക്കളെ? അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ എന്തെന്ന് പറഞ്ഞാൽ എന്താണ്, DNA-യിൽ നിന്നും mRNA ഉണ്ടാവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് വേരിയസ് എൻസൈംസ്. അതാണ് ടീച്ചർ ഇവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ഇതാക്കി എഴുതിയിട്ടുള്ളത്. ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം ആദ്യം എന്താണുള്ളത്. mRNA is formed from a specific nucleotide. mRNA എങ്ങനെയാ ഫോം ചെയ്യുന്നത്? mRNA ഉണ്ടാകുന്നത് ഒരു ന്യൂക്ലിയോറ്റൈഡിൽ നിന്നാണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോറ്റൈഡിൽ നിന്നാണ്. വിത്ത് ഹെൽപ്പ് ഓഫ് വേരിയസ് എൻസൈം, പലതരത്തിലുള്ള എൻസൈമിന്റെ സഹായത്താൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു DNA-യിൽ നിന്നും ഒരു mRNA ഉണ്ടാവുന്നുണ്ട്. ഇനി ഈ mRNA കണ്ടെയ്ൻ മെസ്സേജ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ആ mRNA എന്തിനാണ് ഉണ്ടാക്കുന്നത്? mRNA എന്ന് പറയുന്നത്, mRNA ഫുൾ ഫോം നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. mRNA എന്ന് പറയുമ്പോൾ മെസ്സേജ് RNA.
മെസ്സേജ് RNA ആണ് എന്ത് നമ്മുടെ mRNA ഫുൾ ഫോം. അപ്പൊ മെസ്സേജ് RNA അല്ലെങ്കിൽ സന്ദേശ RNA എന്ന് പഠിക്കും. അപ്പൊ ഈ മെസ്സേജ് RNA ധർമ്മം എന്താണ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? ഒരു സ്ഥലത്തുള്ള മെസ്സേജ് വേറൊരു സ്ഥലത്തേക്ക്. നമ്മളിപ്പോൾ എന്തിനാ മെസ്സേജ് അയക്കുന്നത്? നമ്മൾ വാട്സപ്പിൽ ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിൽ മെസ്സേജ് അയക്കാറുണ്ട്. കാരണം എന്താ? നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ വേറൊരാളിലേക്ക് പറയുന്നതാണ് അല്ലെ. അത്തരത്തിൽ നമ്മുടെ കയ്യിലുള്ള ഒരു DNA ഒരു mRNA ഉണ്ടാക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ആ mRNA എന്ത് ചെയ്യും? ആ DNA ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മം എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. അപ്പൊ mRNA DNA നിന്നും mRNA ഉണ്ടാവും. mRNA എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാവുന്നത്? മറ്റുള്ള RNAകൾക്ക് എന്ത് ചെയ്യണം? ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് mRNA ഉണ്ടാവുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ mRNA ഉണ്ടാകുന്നത് വേരിയസ് എൻസൈമിന്റെ സഹായത്താലാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് കംപ്ലീറ്റ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു DNA-യിൽ നിന്നും ഒരു mRNA ഉണ്ടാവുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി കുറച്ചുകൂടി ഇതുവരെ മനസ്സിലാവാത്ത കുട്ടികൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ ഒരു പിക്ചറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു DNA എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു ഡബിൾ ഹെലിക്സൽ ആയിട്ടാണ് കാണുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇതുപോലെ ഡബിൾ ഹെലിക്സൽ ആയിട്ടാണ് കാണുന്നത്, ചുറ്റുഗോവണിക പോലെയാണ് കാണുന്നത്. അപ്പൊ അതിന് 3' എൻഡ് ഉണ്ട്, 5' എൻഡ് ഉണ്ട് രണ്ട് സ്ഥലങ്ങളിലും. അതുപോലെ തന്നെ ഇതാണ് എന്ത്? ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. ന്യൂക്ലിയോടൈഡ് സീക്വൻസ് മലയാളത്തിലും ന്യൂക്ലിയോടൈഡ് സീക്വൻസ് തന്നെയാണ് പറയുന്നത്. ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് ഇവരെ വിളിക്കും. ഈ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്താ ചെയ്യുന്നത്? ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ നിന്നും അതൊരു കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ട് ഒരു mRNA ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. DNA-യിൽ നിന്നുമാണ് mRNA ഉണ്ടാകുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് വേരിയസ് എൻസൈമിന്റെ സഹായത്താൽ. അങ്ങനെ mRNA ഉണ്ടാകുന്നത് കണ്ടോ? ഇതാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ. DNA-യിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? mRNA ഉണ്ടാവുന്നുണ്ട്. ഇതാണ് DNA. ഈ DNA-യിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ആരാ ഉണ്ടാകുന്നത് കണ്ടോ? mRNA ഉണ്ടായി വന്നത് കണ്ടോ? ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാല്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DNA-യിൽ നിന്നും mRNA ഉണ്ടാവുന്ന പ്രോസസ് ആണ് വിത്ത് ഹെൽപ്പ് ഓഫ് വേരിയസ് എൻസൈം. ഇനി നമുക്ക് നോക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ. എന്താണ് ട്രാൻസ്ലേഷൻ? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെ, ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ DNA-യിൽ നിന്ന് mRNA ഉണ്ടായിട്ട് നിൽക്കുകയാണ്. DNA ആയിരുന്നു ആദ്യം, അതിൽ നിന്ന് എൻസൈമിന്റെ സഹായത്താൽ mRNA ഉണ്ടായിട്ടുണ്ട്. ഈ mRNA എന്ത് ചെയ്യും? mRNA നമ്മൾ പറഞ്ഞ mRNA കുറെ മെസ്സേജ് ഇല്ലേ, അത് വേറൊരു RNA-ക്ക് കൊടുക്കണ്ടേ? ആ കൊടുക്കുന്ന ആളാണെന്ത്? tRNA. അതായത് ഈ mRNA tRNA-ക്ക് എന്ത് ചെയ്യും? ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ സന്ദേശം എന്ത് ചെയ്യും? കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി tRNA-ന്റെ ഫുൾ ഫോം പഠിക്കുക. tRNA-ന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ RNA ആണ്. മെസ്സേജർ RNA mRNA എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ RNA ആണ്. tRNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ RNA ആണ്. അപ്പൊ ഇവർ എന്തിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അത് നമുക്ക് നോക്കാം. ക്യാരിങ് സ്പെസിഫിക് അമിനോ ആസിഡ് ടു ദി റൈബോസോം. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന ഒരു സ്ഥലം ഏതാണ്? പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് റൈബോസോമിലാണ്. എന്നാൽ നമ്മുടെ ഈ ഒരു പ്രോസസ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ന്യൂക്ലിയസിന്റെ ഉള്ളിലല്ലേടാ ജനറ്റിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള DNA ഒക്കെ ഉള്ളത്. അപ്പൊ DNA-യിൽ നിന്ന് mRNA ഉണ്ടാവണ്ടേ? അപ്പം നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് കേട്ടോ. ട്രാൻസ്ക്രിപ്ഷൻ എവിടെയാണ് നടക്കുന്നത്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ. ഇപ്പൊ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ആരും മറക്കണ്ട, ഒരു സെല്ലുണ്ട്, അതിന്റെ ഉള്ളിലുള്ളൊരു മർമ്മം അല്ലെങ്കിൽ ഉള്ളിലുള്ള ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ ന്യൂക്ലിയസിൽ നടക്കുന്നു. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എവിടെയാണ് നടക്കുന്നത്? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എവിടെ നടക്കും? സൈറ്റോപ്ലാസത്തിൽ നടക്കുന്നതാണ്. സൈറ്റോപ്ലാസം. ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റോപ്ലാസത്തിൽ നടക്കുന്നു. പ്രോട്ടീൻ സിന്തസിസ് എവിടെ നടക്കുന്നു? നമ്മുടെ റൈബോസോമിൽ നടക്കുന്നു. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇനി നമുക്ക് ട്രാൻസ്ലേഷൻ നോക്കാം. സൈറ്റോപ്ലാസത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. tRNA ഉണ്ട്. ആ tRNA എന്ത് ചെയ്യും? ട്രാൻസ്ഫർ RNA എന്നാണ് അതിന്റെ ഫുൾ ഫോം. അത് അമിനോ ആസിഡുകളെ ക്യാരി ചെയ്യും. അങ്ങനെ ക്യാരി ചെയ്തിട്ട് എങ്ങോട്ടേക്ക് എത്തിക്കും? റൈബോസോമിലേക്ക് എത്തിക്കും. എന്തിനു വേണ്ടിയാണ് റൈബോസോമിൽ എത്തിക്കുന്നത്? പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന എവിടെയാണ്? റൈബോസോമിലാണ്. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ tRNA റൈബോസോമിലേക്ക് അമിനോ ആസിഡുകളെ കൊണ്ടുപോകുന്നത്. ഇനി ഇത് ബേസ്ഡ് ഓൺ മെസ്സേജ് ഇൻ ദ mRNA കൊടുക്കുന്ന മെസ്സേജ് അനുസരിച്ചിട്ടാണ് tRNA എന്ത് ചെയ്യുന്നത്? നമ്മുടെ റൈബോസോമിന് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ? ആദ്യം നമ്മുടെ mRNA ആണ് കേട്ടോ. ഇത് ഇങ്ങനെ mRNA ആണ്. ഇത് നമ്മുടെ റൈബോസോം ആണ്. ഇതാണ് നമ്മുടെ റൈബോസോം. എപ്പോഴും ഇതുപോലെ ആട്ടോ ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മുടെ mRNA ഉണ്ട്, ഇവിടെ നമ്മുടെ റൈബോസോമിന്റെ ഉള്ളിൽ mRNA ഉണ്ട്. ആ mRNA-യിൽ നിന്നും എന്ത് ചെയ്യും? ഇൻഫർമേഷൻസ് ഉണ്ടാവില്ലേ? ഇന്നൊരു പ്രോട്ടീൻ ഉണ്ടാക്ക്, ഇന്നൊരു ജീന് പ്രവർത്തിക്കാനുള്ള ഇൻഫർമേഷൻസ് കൊടുക്ക്, ഇന്ന പ്രോട്ടീൻസ് ഉണ്ടാക്കണം. അപ്പൊ ആ mRNA എന്ത് ചെയ്യും? ഇൻഫർമേഷൻസ് ഇങ്ങനെ കൊടുക്കും. ഓക്കെ. ഇനി tRNA എന്ത് ചെയ്യും?
അത് ക്യാരി ചെയ്യും, ആ മെസ്സേജ് ക്യാരി ചെയ്യും. ക്യാരി ചെയ്തിട്ട് ഇവിടെ കണ്ടോ കുറച്ച് അമിനോ ആസിഡുകളെ, ഈ അമിനോ ആസിഡ് ഈ ഉണ്ടുള്ള ഈ അമിനോ ആസിഡുകൾ ഉണ്ട്. ഈ അമിനോ ആസിഡുകൾ എന്ത് ചെയ്യും? അവർ ക്യാരി ചെയ്യും. അമിനോ ആസിഡുകൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കും. കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതുപോലെ നമ്മുടെ TRNന്റെ ഓരോ കോഡോൺ റീജിയനിൽ ഇങ്ങനെ ബൈൻഡ് ചെയ്യും നമ്മുടെ അമിനോ ആസിഡുകൾ. ഇങ്ങനെ അമിനോ ആസിഡുകൾ നമ്മുടെ TRNAയിൽ ഇങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് റൈബോസോമിൽ എത്തും. ഇവർ എവിടെ എത്തും? റൈബോസോമിൽ എത്തും. അങ്ങനെ റൈബോസോമിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? റൈബോസോമിൽ നിന്നും പ്രോട്ടീനുകൾ സിന്തസിസ് ചെയ്യും. കിട്ടിയോ? ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇതാണ് നമ്മുടെ mRNA. mRNAയിൽ നിന്ന് ഇൻഫർമേഷൻ TRNAക്ക് കൊടുക്കും. കണ്ടോ കൊടുക്കുന്നത് എങ്ങനെയാന്ന് കണ്ടോ? ആ TRNA എന്ത് ചെയ്യും? ഇതുപോലെ അമിനോ ആസിഡുകളെ ഇങ്ങനെ ക്യാരി ചെയ്യും. അമിനോ ആസിഡുകളെ ക്യാരി ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. TRNA carrying specific amino acid to the ribosome based on message in the mRNA that has reached in the ribosomes. നമ്മൾ പറഞ്ഞു ആ ഒരു mRNA കൊടുക്കുന്ന ഇൻഫർമേഷൻ എവിടെ എത്തണം? റൈബോസോമിൽ എത്തണം. റൈബോസോം ഫ്രം ദി ന്യൂക്ലിയസിൽ എന്നിട്ട് ന്യൂക്ലിയസിലേക്ക് കൊടുക്കും. ഇത് RNA റൈബോസോമൽ വിച്ച് ആർ പാർട്ട് ഓഫ് റൈബോസോം കമ്പൈൻ അമിനോ ആസിഡ്സ്. അങ്ങനെ അമിനോ ആസിഡ്സ് എന്ത് ചെയ്യും? ഇങ്ങനെ കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവും? നമ്മുടെ പ്രോട്ടീൻസുകൾ ഇങ്ങനെ നിർമ്മിക്കും. ഓക്കെ ആണോ? ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് നമ്മുടെ റൈബോസോമിലാണ്. mRNA TRNAക്ക് ഇൻഫർമേഷൻ കൊടുക്കും. TRNA എന്ത് ചെയ്യും? അവരുടെ അമിനോ ആസിഡുകൾ ക്യാരി ചെയ്തിട്ട് എന്ത് ചെയ്യും? റൈബോസോമിലേക്ക് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? പ്രോട്ടീനുകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു മൊത്തത്തിലുള്ളൊരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രോട്ടീൻ സിന്തസിസ് പ്രധാനമായിട്ട് നടക്കുന്ന ഏതൊക്കെ സ്റ്റെപ്പിലാണ്? ഒന്നാമത്തെ ട്രാൻസ്ക്രിപ്ഷൻ, രണ്ടാമത്തെ ട്രാൻസ്ലേഷൻ. ഇനി അതിനുശേഷം അതിനകത്ത് ഓരോ ആൾക്കാരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. TRNA കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്താന്നുള്ള പിന്നെ കാര്യം കൊടുത്തിട്ടുണ്ട്. mRNAന്റെ ഫംഗ്ഷൻ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മളൊരു പ്രോട്ടീൻ സിന്തസിസ് ചോദിക്കുന്ന സമയത്ത് എഴുതണം. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് 2 സ്റ്റെപ്പാണ്. ട്രാൻസ്ക്രിപ്ഷനും അതുപോലെ തന്നെ ട്രാൻസ്ലേഷനും. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കോപ്പി ചെയ്യാണ് അല്ലെ? mRNA കോപ്പി ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഇനി അവിടുത്തെ സഹായിക്കും നമ്മൾ പറഞ്ഞു കുറെ എൻസൈമിന്റെ സഹായത്താലാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ഇവിടെ സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് RNA പോളിമറേസ്. RNA പോളിമറേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്താലാണ് നടക്കുന്നത്. അങ്ങനെ mRNA ഫോം ചെയ്യും. അതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? mRNA എന്താവും? പ്രോട്ടീൻ ആവുന്ന പ്രോസസ് ആണ്. എവിടെ വെച്ചിട്ട്? റൈബോസോമിൽ. ഓക്കെ, അതാണ് 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു mRNAയുടെ ഫുൾ ഫോം എന്താണ്, അവരെന്താ ചെയ്യുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ TRNAന്റെ ഫംഗ്ഷൻസും. ഇത്രയും കാര്യങ്ങളാണ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ നോക്കാനുള്ളത്. ഇനി 2 ക്വസ്റ്റ്യൻസും കൂടി ചെയ്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഫസ്റ്റത്തത് സ്റ്റേജസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. എത്ര സ്റ്റേജ് ഉണ്ട് മക്കളെ? നമ്മളിപ്പോൾ എത്ര സ്റ്റേജ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 2 സ്റ്റേജ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഒന്ന് ട്രാൻസ്ക്രിപ്ഷനും മറ്റൊന്ന് ട്രാൻസ്ലേഷനും. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ഓക്കെ, ഇനി നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് ഏതാണ്? അതുപോലെ തന്നെ സൈറ്റോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് ഏതാണ്? നമ്മൾ ഇപ്പോഴും കൂടി പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളൂ. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നടക്കുന്ന ഏതാണ്? നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നടക്കും. ട്രാൻസ്ക്രിപ്ഷൻ ആണ് എന്ത്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പൊ സൈറ്റോപ്ലാസ്റ്റിൽ എന്തായിരിക്കും നടക്കുക? ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ മറ്റേതെന്താണ്? ട്രാൻസ്ലേഷൻ ആണ് എന്ത്? നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിൽ നടക്കുന്നത്. അപ്പം ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് വരാവുന്ന ചോദ്യങ്ങളും നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നത്, ആരൊക്കെയാണ് സഹായിക്കുന്നത്, ഏതൊക്കെ എൻസൈമാണ്, എത്ര സ്റ്റെപ്പ് ഉണ്ട്, എവിടേക്കാണ് നടക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാണ്ടിരുന്നത് പ്രോട്ടീൻ സിന്തസിസിനെ പറ്റി ഒരു 10ാം ക്ലാസ് ലെവലിൽ. അപ്പോൾ ഇനിയും ഉണ്ട്, പക്ഷേ നമുക്ക് ഇത്രയാണ് ആവശ്യം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ലീഡ്സിലുള്ള ഓരോ ക്ലാസ്സുകളും ഉണ്ടാകുന്നത്. ഓരോ ക്ലാസ്സിൻ്റെയും ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ നമ്മൾ കൺസെപ്റ്റ് എന്ത് ചെയ്യണം? തറവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എക്സാം എന്ത് കൂടുതൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? നന്നായിട്ട് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടി. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നോട്ടിനകത്ത് എഴുതിയിട്ട് വേണം പഠിക്കാൻ വേണ്ടി. അപ്പം എല്ലാവരും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ.